പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് പാപം മോചിക്കുമോ എന്നുള്ളതാണ്. ഒരു സ്ത്രീ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ചു തുടങ്ങി. പിന്നെ അവൻ അവളോട്, നിന്റെ പാവങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പരീശനായ ശിമയോന്റെ ഭവനമാണ് രംഗം. അവിടെ ഉപേക്ഷനായിരിക്കുന്ന യേശുവിന്റെ കാൽക്കൽ ആ പട്ടണത്തിലെ പാപിനിയായ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് വിശുദ്ധ ലൂക്കോസ് നൽകുന്നത്. ആ സ്ത്രീ മഗ്ദലക്കാരി മറിയമാണെന്ന് പാരമ്പര്യമായി കരുതപ്പെടുന്നു. അവളുടെ ഉൾത്താപവും തോരാത്ത കണ്ണുനീരും കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് കൽപ്പിച്ചു, ഇവളുടെ അനേകമായ പാവങ്ങൾ മോചിച്ചിരിക്കുന്നു, നീ സമാധാനത്തോടെ പോവുക എന്ന്. പാപിക്ക് സങ്കേതമാണ് യേശുവിന്റെ പാദങ്ങൾ. അനുതപിച്ചെത്തുന്നവർക്ക് മോചനവും നീതീകരണവും അവിടെ ലഭ്യമാകുന്നു. ഇന്ന് അനേകർ കുറ്റബോധവുമായി കഴിയുന്നു. തങ്ങളെ അലട്ടുന്ന പാപ സ്വഭാവത്തെപ്പറ്റി ഭാരപ്പെടുന്നവരാണവർ. അമേരിക്കക്കാരനായ ഡോക്ടർ വില്യം ബാർക്കർ ജീവിത അനുഭവങ്ങളെ വിശകലനം ചെയ്ത് മനുഷ്യ മനസ്സിന്റെ സുസ്ഥിതി ഭഞ്ജിക്കുന്ന 4 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഭയം, അപകർഷതാബോധം, അകാരണമായ കുറ്റബോധം, വ്യക്തിവിദ്വേഷം എന്നിവയാണ്. ഇവയിൽ ഒന്നിലധികമോ കാര്യങ്ങളായിരിക്കും നമ്മുടെ മാനസിക സ്വസ്ഥത ഇല്ലാതാക്കുന്നത്. ഇവയിൽ കുറ്റബോധമാണ് കൂടുതൽ അപകടകാരിയായിട്ടുള്ളത്. ഇത് നമ്മുടെ ചേതനകളെ നശിപ്പിക്കും. മറ്റുള്ളവരെ നേരായി കാണാൻ കഴിയാതെ വരും. മാത്രമല്ല, അവരിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുകയും ചെയ്യും. കുറ്റബോധം കൊണ്ട് വീർപ്പുമുട്ടുന്ന പലരും മനഃശാസ്ത്രജ്ഞന്മാരെയും സൈക്കാട്രിസ്റ്റുകളെയും സമീപിക്കുന്നു. അവരുടെ അപഗ്രഥനാപരമായ സമീപനങ്ങൾക്കും സാന്ത്വന ചിന്തകൾക്കും ഒരു പരിധി വരെ അവരെ സഹായിക്കാൻ കഴിയും. എന്നാൽ യഥാർത്ഥ പ്രശ്നം നമ്മുടെ പാപമാണ്. അതിന് പരിഹാരം കർത്താവായ യേശുവിന് മാത്രമേ നൽകാൻ കഴിയൂ. അവിടുത്തെ പേരിന്റെ അർത്ഥം തന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ എന്നാണ്. വചനം ഇപ്രകാരം പറയുന്നു, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേർ ഇടണം. പ്രവാചകനിൽ കൂടി മുന്നമേ അരുളി ചെയ്തു, വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. നിങ്ങളുടെ പാവങ്ങൾ കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. നമ്മുടെ കുറ്റബോധവും പേറി നാം നീറി പുകയേണ്ടതില്ല. അതേപ്പറ്റി പശ്ചാത്താപമുണ്ടായി കർത്തൃസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ മോചനത്തിന്റെ കൃപ നമ്മിൽ ചൊരിയും. വചനം ഇപ്രകാരം പറയുന്നു, നമ്മുടെ പാവങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഇത്രയും നേരം ഞാൻ പറഞ്ഞതിന്റെ രത്നചുരുക്കം ഇതാണ്. പാപം ചെയ്യാത്തവരായ ഒരു മനുഷ്യരും ലോകത്തില്ല. 2 പേരാണ് പാപമില്ലാതെ ലോകത്തിൽ വന്നതായി ബൈബിൾ പറയുന്നത്. ഒന്ന് നമ്മുടെ കർത്താവായ യേശുവാണ്. രണ്ടാമത് പരിശുദ്ധ കന്യകാമറിയമാണ്. പരിശുദ്ധ കന്യാമറിയം മനുഷ്യസ്ത്രീ ആയിരുന്നെങ്കിലും പാപമില്ലായിരുന്നു. പരിശുദ്ധ കന്യാമറിയത്തിന് പാപം ഉണ്ടായിരുന്നെങ്കിൽ ആ പാപം യേശുവിലോട്ട് വരുമായിരുന്നു. അതുകൊണ്ട് പാപമില്ലാതെ ദൈവം പരിശുദ്ധ കന്യാമറിയത്തെയും സൃഷ്ടിച്ചു. പാപം നമ്മളെ മോചിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് മോചിക്കാൻ പറ്റാത്ത ഒരു പാപവും ഈ ലോകത്തില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ എല്ലാവരുടെയും പാപം ദൈവം മോചിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
എല്ലാവരുടെയും പാപം ദൈവം മോഹിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. ദൈവത്തിന് കരുണയുള്ളവരോട് ഞാൻ കരുണ കാണിക്കും എന്ന് ദൈവം തന്നെ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് എത്ര മാരക പാപം ചെയ്തവരാണെങ്കിലും ദൈവം ക്ഷമിച്ചു കഴിഞ്ഞാൽ ആ പാപം നമ്മൾ ക്ഷമിക്കപ്പെട്ട് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിലെങ്കിലും പോകും എന്ന് ഉറപ്പാണ്. ദൈവം ആ പാപം ക്ഷമിച്ചില്ലെങ്കിൽ നമ്മൾ നിത്യനരകത്തിലോട്ട് പോകും. അതുകൊണ്ട് നമ്മൾ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞിരിക്കുകയാണ് എപ്പോഴും നമുക്ക് നല്ലത്. കാരണം നമ്മുടെ മരണം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നത് മരിക്കുന്നത് വരെ നമുക്ക് നമ്മുടെ പാപത്തിന് വേണ്ടി പശ്ചാത്തപിച്ച് പരിഹാരം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വലിയ പാപം ചെയ്താണ് മരിക്കുന്നതെങ്കിൽ നമ്മൾ ഉറപ്പായും നരകത്തിലോട്ട് പോകും. പക്ഷെ ചെറിയ പാപം ചെയ്താണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ, പാപം മോഹിക്കാതെയാണ് മരിക്കുന്നതെങ്കിൽ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിൽ പോകാനാണ് സാധ്യത. ശുദ്ധീകരണ സ്ഥലത്തിൽ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ളവർക്ക്, ഭൂമിയിലുള്ളവർക്ക് പ്രാർത്ഥിച്ച് അവരെ സ്വർഗത്തിലോട്ട് കയറ്റിവിടാൻ പറ്റും. ശുദ്ധീകരണ സ്ഥലത്തിൽ പോയ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും ശുദ്ധീകരണ സ്ഥലത്തിൽ പോയവര് നരകത്തിലോട്ട് പോകില്ല, സ്വർഗത്തിലോട്ട് മാത്രമേ പോവുകയുള്ളൂ എന്നാണ് അതിന് ഉള്ള മറുപടി. അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിന് നമുക്ക് ചെറിയ പാവങ്ങൾ ഉള്ളതെങ്കിൽ നമ്മൾ കുമ്പസാരിച്ചു കഴിഞ്ഞാൽ ഒരുമട്ട് പാവങ്ങളൊക്കെ കുമ്പസാരത്തിൽ മോഹിക്കും. മാരകമായ പാപം ചെയ്തിട്ടാണ് നമ്മൾ കുമ്പസാരിക്കുന്നതെങ്കിൽ നമുക്ക് പാപം മോഹിക്കണമെങ്കിൽ അതിനുള്ള പരിഹാരമോടെ നമ്മൾ ചെയ്യേണ്ടി വരും. നമ്മുടെ കർത്താവ് കുരിശില് പാപത്തിന് വേണ്ടിയുള്ള പരിഹാരം ചെയ്തു എന്ന് ഉറപ്പാണ്. എന്നാൽ തന്നെ നമ്മുടെ പാവങ്ങൾക്ക് നമ്മളിൽ നിന്നും കുറെ പരിഹാരം ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു മാരകമായ പാപം ചെയ്തവർക്ക് ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ മാരകപാപം ചെയ്തത് എങ്കിൽ അയാൾ നല്ലൊരു തുറന്ന കുമ്പസാരം നടത്തിയിട്ട് ദൈവത്തിന്റെ മുമ്പിൽ പശ്ചാത്തപിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കർത്താവിന്റെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവിന്റെ തിരുരക്തത്തിന് മായ്ക്കാൻ പറ്റാത്ത, മറയ്ക്കാൻ പറ്റാത്ത ഒരു പാവവും ഈ ലോകത്തില്ല. അതുപോലെ മറ്റു മതസ്ഥരാണെങ്കിൽ അവര് ദൈവത്തിന്റെ മുമ്പിൽ നന്നായിട്ട് പശ്ചാത്തപിച്ച് പാവങ്ങൾ ഏറ്റുപറയുക. ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് നമ്മുടെ പാവങ്ങൾ ഏറ്റുപറയണം എന്ന്. ക്രിസ്ത്യാനിയാണെങ്കിൽ കുമ്പസാരം നമുക്കുണ്ടല്ലോ, ഇപ്പൊ കുമ്പസാരത്തിൽ പാവങ്ങൾ നമുക്ക് ഏറ്റുപറയാൻ പറ്റും. മറ്റു മതസ്ഥരാണെങ്കിൽ അവർക്ക് കുമ്പസാരം ഇല്ലാത്തതുകൊണ്ട് അവർ ദൈവത്തോട് പാവങ്ങൾ ഏറ്റുപറയുന്നതാണ് നല്ലത്. എത്ര വലിയ പാവം ചെയ്ത ആൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിലും അവരോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു പാവവും ഈ ലോകത്തില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് എത്ര മാരകം പാവം ചെയ്താലും നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് തിരിച്ച് ദൈവത്തിലോട്ട് വരാനുള്ള അവസരം ദൈവം തരും. അതുപോലെ തന്നെ നമ്മളെ ഭൂമിയിൽ നമ്മൾ ചെയ്ത പാവങ്ങൾക്ക് ദാനധർമ്മം ഒരു പരിഹാരമാണ്. നമ്മൾ ശരിയായ പാവങ്ങളെ അറിയിക്കുന്ന ദരിദ്രരെ കണ്ട് നമ്മൾ ദാനധർമ്മം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒട്ടുമിക്ക പാവങ്ങളും അതോടെ ക്ഷമിക്കപ്പെടും എന്ന് ഉറപ്പാണ്. എന്നോർത്ത് കുമ്പസാരവും ദാനധർമ്മവും ഒന്നും പാവം ചെയ്യാനുള്ള ലൈസൻസ് ഒന്നുമല്ല. മാക്സിമം പാവങ്ങൾ നമുക്ക് കുറഞ്ഞിരിക്കട്ടെ എന്ന് നമുക്ക് തീരുമാനിക്കാനും, അതുപോലെ തന്നെ മാക്സിമം പാവങ്ങൾ കുറച്ച് മാത്രമാണ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഒരു പാവമില്ലാതെ ജീവിക്കാനുള്ള അവസ്ഥ മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടുകയും ആ പരിശുദ്ധാത്മാവ് പറയണ കേട്ട് മാത്രം നമ്മൾ ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പാവം പോലും ചെയ്യാതിരിക്കാനുള്ള ഒരു സാധ്യത ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കർത്താവ് ഭൂമിയിൽ വന്ന് ഒരു പാവം പോലും ചെയ്യാതെയാണല്ലോ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയത്. അപ്പൊ നമ്മുടെ കർത്താവിനെ നമ്മൾ അനുകരിക്കുവിൻ എന്നാണല്ലോ ബൈബിൾ പറയുന്നത്. അപ്പൊ പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ഒരു സാധ്യത നമ്മുടെ മുമ്പിൽ ആത്മീയ ലൈനിൽ ദൈവം വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. പിന്നെ നമ്മള് സാധാരണക്കാരായതുകൊണ്ട് നമുക്ക് തെറ്റുകുറ്റങ്ങളും പാവങ്ങളും വരാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആ പാവത്തിന് വേണ്ടിയുള്ള പരിഹാരം പറ്റുന്ന പോലെ ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ പാവങ്ങൾ മുഴുവൻ കർത്താവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കാഴ്ചവെച്ച് നമുക്ക് പാപമോചനം പ്രാപിക്കുകയും ചെയ്യാം. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.